കാലവർഷക്കെടുതിയിലെ ഇരകൾക്ക് സഹായവുമായ സർക്കാർ ദുരിതാശ്വാസ പാക്കേജ് മന്ത്രിസഭായോഗം അംഗീകരിച്ചു. പ്രളയത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപ ധനസഹായം നൽകും. വ്യാപാര സ്ഥാപനങ്ങൾ നശിച്ചതിനും സർക്കാർ നഷ്ടപരിഹാരം നൽകുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. മഴക്കെടുതിയിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് ആദ്യഘട്ട സഹായമാണ് സർക്കാർ പ്രഖ്യാപിച്ചത്. മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് 8 ലക്ഷം രൂപയാണ് സഹായം നൽകുക. വീടും സ്ഥലവും നഷ്ടമായവർക്ക് 12 ലക്ഷം രൂപയും നൽകും. വെള്ളത്തിൽ മുങ്ങിയ വീട്ടിൽ കഴിയുന്നവർക്കും സഹായം നൽകാനാണ് മന്ത്രിസഭാ തീരുമാനം. ഒരു കുടുംബത്തിലെ 2 പേർക്ക് പ്രതിദിനം 300 രൂപ വീതം നൽകും. വീട്ടിൽ വെള്ളം കയറിയ എല്ലാവരുടെയും വില്ലേജ് ഓഫീസറുടെ ഉദ്യോഗസ്ഥന്മാരുടെയും റിപ്പോർട്ട് അനുസരിച്ച് അവർക്ക് എല്ലാവർക്കും 10,000 രൂപ അവർക്ക് കൊടുക്കും. പിന്നെ മരിച്ചവരുടെ സംസ്കാര കർമ്മങ്ങൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു 10,000 രൂപ അനുവദിച്ചിട്ടുണ്ട്. മുഴുവൻ ഡാമേജായ വീടുകൾക്ക് കൊടുത്തുകൊണ്ടിരുന്നത് 4 ലക്ഷം രൂപയാണ്. അത് 6 ലക്ഷം രൂപയാക്കി അത് വർദ്ധിപ്പിച്ചിട്ടുണ്ട്. വീടുകൾ താമസയോഗ്യമാകുന്നതുവരെ വാടക വീടിനുള്ള തുകയും സർക്കാർ നൽകും. മഴക്കാല മുന്നറിയിപ്പുകൾ കാര്യക്ഷമമാക്കാൻ പ്രത്യേക നിരീക്ഷണ സംവിധാനം ഏർപ്പെടുത്താനാണ് തീരുമാനം. രാജ്യത്തിന് മാതൃകയാകുന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം സ്ഥാപിക്കാനും സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഡാം മാനേജ്മെന്റിന് ഏറ്റവും ആധുനികമായ സംവിധാനം, അത് ഏറ്റവും ഫലപ്രദമായി അതൊരു AI ഡ്രിവൺ സംവിധാനം ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഡാം മാനേജ്മെന്റ് സിസ്റ്റം കൂടി നമ്മൾ ചെയ്യും. അതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. കാലവർഷക്കെടുതിയിൽ 26 മരണമാണ് ഇതുവരെ സ്ഥിരീകരിച്ചത്. 67.44 കോടി രൂപയുടെ കൃഷിനാശവും സംഭവിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.